ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് നമ്മുടെ കിത്തുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വലുതായിട്ടൊന്നും ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾ രാത്രിത്തേക്കൊന്നും വെച്ചില്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെയായിരുന്നു സെലിബ്രേഷൻ, കേക്ക് കട്ടിംഗ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ആദ്യം മുന്നോടിയായിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇതാ ബലൂൺ സെറ്റാക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ നിങ്ങളൊക്കെ കാണുന്നത്. അമ്മ അതാ അടുക്കളയിൽ പായസത്തിൻ്റെ പണിയിലാണ്, അതും നടക്കുന്നുണ്ട്. ഫുഡൊക്കെ പുറത്താട്ട് ഏൽപ്പിച്ചത്. ഞങ്ങൾ സദ്യ ഒന്നും ആക്കിയില്ല. കിതുട്ടിന് ഇഷ്ടം ബിരിയാണി ആയതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക് ഇന്ന് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പായസം വീട്ടിൽ വെച്ചു. വേറെ അങ്ങനെ കൂടുതലായിട്ട് ഫുഡൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചെറിയൊരു പരിപാടിയാണ്. എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്നും വല്യമ്മേൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം കേട്ടോ. നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ ഒരു 11:30 പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് എത്തിയിട്ടോ. പക്ഷേ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിയാൻ കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ തന്നെ ആയിരുന്നുകൊണ്ട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഡെക്കറേഷൻ കഴിയാൻ. അങ്ങനെ അതിന് ശേഷം ഞങ്ങളിതാ മാറ്റിയത് ഒരു 12:30 ആയിട്ടുണ്ടാകും കേക്ക് കട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ കിത്തുന്ന ഉറക്കം തൂങ്ങി ഒന്നും പറയണ്ട, കുറച്ചൊരു അലമ്പൊക്കെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞങ്ങളിതാ ഡെക്കറേഷൻ പരിപാടിയൊക്കെ നല്ല സെറ്റാക്കി വരുന്നുണ്ട്. നമുക്ക് ആ വീഡിയോസൊക്കെ കാണാം. ഞങ്ങളുടെ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണുണ്ടോ. ഇത് നമ്മുടെ കീത്തുട്ടൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് കീത്തുട്ടന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് അവന് വാങ്ങിക്കൊടുത്തത് അവൻ്റെ അമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റൊക്കെ വഴിയേ കാണാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവനത് വാങ്ങണം എന്നുള്ളത്. എനിക്ക് പണ്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു. അപ്പോൾ അമ്മ ഈ ബർത്ത്ഡേക്ക് അവൻ അതാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിയത് എവിടുന്നാന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത് നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്ത പർവീസ് ഫ്രഷ് കേക്ക് എന്നാണ് കേട്ടോ. 1 കിലോ ബ്ലാക്ക് ഫോറസ്റ്റും 1 കിലോ വൈറ്റ് ഫോറസ്റ്റാണ് ഓർഡർ ചെയ്തത്. ചെറിയൊരു തീം കേക്കായിട്ടാണ്. ഒന്ന് മിക്കി മൗസിൻ്റെ തീമും പിന്നെ ഒന്ന് ജംഗിളിൻ്റെ തീമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് കേട്ടോ. കേക്ക് കട്ടിങ്ങിന് മുമ്പ് കിത്തുട്ടൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് റിവീൽ ചെയ്താണ് കേട്ടോ. കിത്തുട്ടൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, പോമ്പോൻ്റെ ഒരു ചീപ്പാണ്. അവൻ്റെ ഫേവറേറ്റ് കളർ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ചൂസ് ചെയ്തത് ബ്ലൂ കളറാണ് അവൻ്റെ ഫേവറേറ്റ്. എപ്പോഴും ബ്ലൂ എന്നാണ് പറയുക. അപ്പോൾ അത് തന്നെയാണ് ചൂസ് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ചീപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം അല്ലേ. കിത്തുട്ടിന് നല്ല ഉറക്കം വന്ന് നിൽക്കുന്ന സമയമായിട്ട് ഞാൻ വിചാരിച്ചില്ല കേക്കൊക്കെ തലമുറ കട്ട് ചെയ്യാൻ പറ്റുന്നു, ഒന്നും വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങളൊക്കെ കൊളായി എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ അവനെൻ്റെ ചീപ്പൊക്കെ കണ്ടപ്പോൾ കുറച്ചൊരു ഉഷാറായി. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കിച്ചണിന് ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഫുഡ് വിളമ്പുമ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന സ്വഭാവം അവൻ ആദ്യം ഇല്ലാത്തതുകൊണ്ട് അവൻ അത് അണിയിച്ച് പോയിട്ടിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവന് കിട്ടിയ ഗിഫ്റ്റൊക്കെ നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മമ്മ കൊടുത്ത ഗിഫ്റ്റ്. ഇനി ഇത് നമ്മുടെ നെയ്ബർ കൊടുത്തതാണ് കേട്ടോ. ഈ ബർത്ത്ഡേക്ക് അവന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അവന് ഇഷ്ടമുള്ളതായിരുന്നു. ജീപ്പും കാറും എയ്റോപ്ലെയിനും അതുപോലെ തന്നെ JCB കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവനാകെ ഹാപ്പിയാണ്. ഈ ഗിഫ്റ്റ് അവൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് പൊട്ടിച്ചത്. എന്താ പറയുക, കിട്ടലും പൊട്ടിക്കലും ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ബാക്കിയുള്ളവരെ പോലെ തന്നെ അവനും ഇപ്പം ഉണ്ട്. അതുകൊണ്ടൊക്കെ പൊട്ടിച്ച് വലിച്ച് കയറി നോക്കലാണ് കേട്ടോ. പിന്നെ അവന് കിട്ടിയത് ഈ ഒരു സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഇത് അവൻ്റെ പാപ്പനും പാപ്പിയും അവന് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അവന് ഒരു 4 ജോഡി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ മുത്തശ്ശിയും വല്യമ്മയും ചെറിയമ്മയും മേമയൊക്കെ അവന് കൊടുത്തത് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആട്ടോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും നമ്മുടെ വീഡിയോസുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീപ്പിനെ കുറിച്ച് പറയാൻ മറന്നുപോയില്ല. അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞങ്ങളിതാ ജീപ്പ് വാങ്ങിയത് നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിലുള്ള ഒയാസിസിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോറൂമിൽ നിന്നാണ്.
ഫൈവ് സ്റ്റാർ ട്രേഡ് ലിങ്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഒയാസിസിൻ്റെ ഉള്ളിലുള്ളൊരു മെയിൻ ഷോപ്പ് അത് തന്നെയാണ് കേട്ടോ. അവിടെ പോയാൽ ഒരുപാട് തരത്തിലുള്ള ജീപ്പും പലതരം വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഏതൊക്കെ ടൈപ്സിലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ സെറ്റാക്കി തരും കേട്ടോ. ലൈഫ് ലോങ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 4 മോട്ടറായിട്ടും 2 മോട്ടറായിട്ടും അങ്ങനെ പല ടൈപ്സിലുള്ള വണ്ടികളും ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് നോക്കാം കേട്ടോ. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അഫോർഡബിളായ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ കുട്ടികൾക്കും ഇതൊക്കെ വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.